Hi, welcome to Analysis by NAD. Today we will discuss about the topic IGNOU BPCC 104 Statistical Methodsലെ സെൻട്രൽ ടെൻഡൻസീസ് ആയിട്ടുള്ള മീൻ, മീഡിയൻ ആൻഡ് മോഡാണ്. സോ നമുക്കതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് ഉണ്ടാവുക ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് കമ്പ്യൂട്ട് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ. സോ നമ്മുടെ ഡാറ്റയിൽ വരുന്നത് ഏകദേശം ഈ ഒരു നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഡാറ്റയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഇതിൽ മൊത്തം ടോട്ടൽ 31 ടേംസ് ആണ് ഇതിനകത്തുള്ളത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇവിടെ 31 ടേംസ് ആണുള്ളത്. ഇത് അസെൻഡിങ് ഓർഡറിലൊന്നും അല്ല കൊടുത്തിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമുക്ക് എക്സാമിന് ഡാറ്റ തരാം. സോ ഇത് വെച്ചിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും എക്സാമിനേഷനും നമുക്ക് എഴുതേണ്ടി വരിക. സോ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 31 ആണ്. സോ നമുക്ക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. സോ മീൻ ഈസ് ഈക്വൽ ടു മീൻ എന്ന് പറയുന്നത് മീൻ ഈസ് ഈക്വൽ ടു സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ആണ് കേട്ടോ. സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് നമ്മൾ സം ഓഫ് ഒബ്സർവേഷനുമായിട്ട് കംപ്ലീറ്റ് സം എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നാൽ നമുക്ക് മീൻ കിട്ടും. സോ മീൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 414 ഡിവൈഡഡ് ബൈ 31 എന്ന് കിട്ടും. സോ 13.35. സോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ മീൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്കൊരു അസെൻഡിങ് ഓർഡറിൽ ക്രിയേറ്റ് ചെയ്താലേ നമുക്ക് ബാക്കിയുള്ള സംഗതികളും കൂടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് മോഡും മീഡിയനും കണ്ടുപിടിക്കാനുണ്ട്. സോ നമുക്ക് മോഡും മീഡിയനും കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന് നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിൽ ചെയ്യണം. സോ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ ഇതിനെ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. 5 2 തവണ വരുന്നുണ്ട്, 6 2 തവണ വരുന്നുണ്ട്, 7 3 തവണ വരുന്നുണ്ട്, 10 3 തവണ വരുന്നുണ്ട്, 11 1 2 3 4 5 6 7 ടൈംസ് 11 വരുന്നുണ്ട്, 12 2 തവണ, 13 1 തവണ, 14 1 തവണ, 15 1 2 3 4 4 തവണ, 17 1 തവണ, 18 1 തവണ, 20 1 തവണ, 21 1 തവണ, 32 and 45 ഓരോ തവണ. ഇനി നമുക്കിതിനകത്തുനിന്ന് മോഡ് കണ്ടെത്തണം. മോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു നമ്പറിനെയാണ് നമ്മൾ ഇതിനകത്ത് മോഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തത് 11 ആണ്. 7 തവണയാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സോ അങ്ങനെയാണ് നമ്മൾ മോഡ് കണ്ടെത്തുന്നത്. ഇനി നമുക്ക് മീഡിയൻ എന്താണെന്ന് നോക്കാം. മീഡിയൻ എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ വരാം. ഒന്നെങ്കിൽ നമ്മുടെ ഡാറ്റ ഈവൻ നമ്പറിൽ വരാം, അല്ലെങ്കിൽ ഓഡ് നമ്പറിൽ വരാം. ഇവിടെ നമ്മുടെ ഡാറ്റ വന്നത് 31 ആണ്. 31 നമ്പേഴ്സാണുള്ളത്. അതേപോലെ തന്നെ 1 3 5 ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഡാറ്റയുടെ നമ്പർ ഓഡ് നമ്പർ എന്ന് പറയാം. ഓഡ് നമ്പർ 31 ആണ്. ഇപ്പോൾ നമ്മുടെ മീഡിയൻ എന്തായിരിക്കും? n+1/2. ഇപ്പോൾ നമ്മുടെ ഈവൻ നമ്പർ ആണെന്ന് വിചാരിക്കാം, 4 8 10 അല്ലെങ്കിൽ 32 അതൊക്കെയാണ് ഡാറ്റ എന്ന് വിചാരിക്കാം. ഇപ്പോൾ 32 ആണ് നമ്മുടെ ഡാറ്റ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വരുന്നത് n/2 + 1 + n/2 the whole divided by 2. n/2 + 1 + n/2 the whole divided by 2. ഓക്കെ, ഇവിടെ നമ്മുടെ n എന്ന് പറയുന്നത് 31 ആണ്. സോ നമുക്ക് n എന്ന് പറയുന്നത് 31 + 1/2. സോ നമ്മൾ ഓഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ വരുന്നത് എന്താണ്? n+1/2 ആണ്. സോ 32 / 2 = 16 വരും. സോ ഈവൻ ആണെങ്കിലോ 32 ആണെങ്കിലോ നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് n/2 + n/2 + 1 + n/2 the whole divided by 2. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n/2 എന്ന് പറയുന്നത് 32/2 പ്ലസ് പിന്നെ 32/2 + 1 ഡിവൈഡ് ബൈ 2. അങ്ങനെ ആകുമ്പോൾ 16th ടേമും 17th ടേമും ഡിവൈഡ് ബൈ 2 ആയിരിക്കും ആൻസർ വരാം. സോ 11 + 11/2 = 11. ഇതിനകത്ത് 16th ടേമും 17th ടേമും സെയിം ആണ്, 11 തന്നെയാണ്. അതുകൊണ്ടാണ് ആ നമ്പർ കിട്ടിയത്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡാറ്റ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിനകത്ത് 11 ആണ് 16th 17th ടേമുമായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളിന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലെ സെൻട്രൽ ടെൻഡൻസീസ് ആയിട്ടുള്ള മീൻ, മീഡിയൻ ആൻഡ് മോഡാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഒരു ക്ലാസ് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷനായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.